ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറുടെ മോനായ ഷബിൻ ഷായുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ഇന്നാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ മോന് എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറന്നു പോകാതെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും ആ കുഞ്ഞു ബെല്ലിലും ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ ആദ്യം കാണിക്കുന്നത്, നമ്മളുടെ ഓവൻ്റെ അകത്ത് കൂടുതൽ എണ്ണമയം അഴുക്ക് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറുനാരങ്ങ ഒരു ഓവൻ പ്രൂഫ് പാത്രത്തിൽ പിഴിഞ്ഞെടുത്തിട്ട്, ചെറുനാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും ആ വെള്ളം. അപ്പോൾ ആ ആവി കൊണ്ടിട്ടാണ് നമ്മളുടെ ഓവൻ്റെ അകം ക്ലീൻ ആകുന്നത്. അപ്പോൾ അത് തിളക്കുന്നത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ കിടന്ന് തിളച്ച് ആ ആവി ചുറ്റും പിടിച്ച് ഒരു വെറ്റായിട്ടുള്ള ഒരു സർഫസായി മാറും അതിനകത്ത്. അപ്പോഴാണ് നമ്മൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. നല്ല ചൂടായിട്ടിരിക്കുമ്പോഴേക്കും ആ എണ്ണ എല്ലാം പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അല്ലാതെ തുണി നനച്ച് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണ പോവില്ല. ഇതുപോലെ ചൂടായി കഴിയുമ്പോഴാണ് ആ എണ്ണയൊക്കെ അപ്പോൾ ഒരു ഇതിൻ്റെ സ്മെല്ലുമായി അകത്ത് ആ നാരങ്ങയുടെ ഗുണങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ ഇതുപോലെ അത് മാറ്റിയിട്ട് അപ്പം തന്നെ തുടച്ചേക്കുക. ആ ചൂടോട് കൂടെ തന്നെ അങ്ങോട്ട് തുടച്ച് മാറ്റിയേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് അതിൽ തന്നെ പിടിച്ചിരിക്കും. ആ ചൂട് മാറുന്ന കൈയോടെ തന്നെ അതങ്ങോട്ട് ചെയ്തേക്കുക. ഇത്രയുള്ളൂ, പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഓവൻ്റെ ഡോറിൻ്റെ അകത്ത് 2 ചില്ലിൻ്റെ അകത്തുള്ള സ്പേസിൽ ആവി കയറി പിടിച്ചിട്ട് അത് തുടക്കാൻ പറ്റില്ലല്ലോ അതിന് നടുക്കുള്ള ഭാഗം. അപ്പം നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇത് പുക പിടിച്ച പോലെ ആയിപ്പോയില്ല ഡോറ് എന്ന് വിചാരിക്കേണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ അത് താനെ അതിനകത്തിരുന്ന് ആ പുക പോയി ഉണങ്ങി നല്ല നീറ്റായിട്ട് വന്നോളൂ. ഇതിപ്പോൾ നമ്മൾ ഈ വശവും അതിൻ്റെ പുറം വശമല്ലേ തുടക്കുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ള ഒരു ഭാഗമുണ്ട്, അത് തന്നെ ആയിക്കോളൂ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത്, നമ്മൾക്ക് ഇതുപോലെയുള്ള കത്തികൾ, പീലറ്, ഇതുപോലെയുള്ള ബ്രഷ്, നമ്മൾ ഓയിൽ ചെയ്യുന്ന ബ്രഷ്, ഇതിൻ്റെയൊക്കെ അകത്തൊക്കെ ഇതുപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ ഒരു 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒന്നില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇടുക, ഡിറ്റർജൻറ്റ് ഇടാം, അതല്ലെങ്കിൽ ഇപ്പം ഞാൻ വിനാഗിരിയും ഡിറ്റർജൻറ്റും കൂടിയാണ് ഇടുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബേക്കിംഗ് സോഡയും ഡിറ്റർജൻറ്റും ചേർത്തിടാം, വിനാഗിരിയും ഡിറ്റർജൻറ്റും ചേർത്തിടാം. ഇപ്പം എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരിയും ഡിറ്റർജൻറ്റും കൂടി ചേർത്തിട്ടത്. ഇത് സോക്ക് ചെയ്ത് അവിടെ ഇട്ടേക്കുക. രാത്രി ഇട്ടാലും മതി, രാവിലെ എടുത്ത് കഴുകുക. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷമൊക്കെ ഇതുപോലെ സോക്ക് ചെയ്ത് ഒരു 2-3 മണിക്കൂറൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും ഒരു ടൂത്ത് ബ്രഷുമായിട്ട് ഇതിൻ്റെ ഓരോ ചെറിയ സ്ഥലങ്ങൾ വരെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണുക്കൾ നഷ്ടപ്പെട്ട ആ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ചെറിയ ടൂത്ത് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യണം. പിന്നെ വലിയ സ്ക്രബ്ബർ ആണ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അതങ്ങനെ സ്ക്രബ്ബറും ഉപയോഗിക്കുക. അപ്പോൾ ഇത് ക്ലീൻ ആകും. അപ്പോൾ കത്തിയുടെ പിടികളെന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് അഴുക്കടിഞ്ഞു കൂടുന്ന സ്ഥലമാണ് കേട്ടോ. അത് ആരും ശ്രദ്ധിക്കില്ല, കാരണം കത്തിയുടെ പിടി ബ്ലാക്ക് അല്ലേ, അപ്പോൾ അഴുക്കുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കില്ല. അതുപോലെ ഈ ബ്രഷിൻ്റെയൊക്കെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കളയണം. ഒരുപാട് അതിൻ്റെ ചോട്ടിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ കത്തിയുടെ പിടികളിൽ അഴുക്കുണ്ടാകുമ്പോൾ അത് സ്ക്രബ്ബർ വെച്ചിട്ടൊക്കെ ഒന്ന് കഴുകി മാറ്റണം. അത് ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാവരുടെയും വിചാരം അതിൽ അഴുക്കില്ലെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ട നല്ല തിളങ്ങണ കണ്ട എല്ലാ സാധനങ്ങളും ക്ലീനായി. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച ഒരു ദിവസം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന്, അതനുസരിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ അടുത്ത ടിപ്പ്, എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ കുറച്ച് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വൈറ്റ് ഡ്രസ്സിൽ ഇങ്ങനെ കഷത്ത് കറ വന്ന് വേർപ്പ് കറ മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സിന്മേൽ നമ്മൾ ആസ്പിരിൻ ടാബ്ലറ്റ് പൊടിച്ചിട്ട് നനച്ച് അതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കുറേ നേരം അത് അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളയുക. ആസ്പിരിൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് വൈറ്റ് ഡ്രസ്സിൽ മാത്രമായിരിക്കണം, കളറുള്ള ഡ്രസ്സിൽ ഉപയോഗിക്കരുത്. അടുത്തത് നമ്മളുടെ ഗ്ലാസ് ഒരുപാട്
ഇങ്ങനെ എണ്ണമെഴുക്ക് പോലെയൊക്കെ തോന്നും, നമ്മളുടെ മുഖത്ത് എണ്ണമെഴുക്കുള്ളതല്ലേ, അപ്പം അതൊക്കെ പിടിച്ചിട്ട് ഒരു പുക പോലെയൊക്കെ തോന്നി ഒരു നീറ്റല്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ രണ്ട് പുറവും ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് തുടച്ച് എടുത്തതിന് ശേഷം, അപ്പം അത് ഒരുവിധം ഇങ്ങനെ കട്ട പോലെ ആകും. അത് തുടച്ച് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് വെറുതെ ചുമ്മാ കഴുകിക്കളയുക. എല്ലാ അഴുക്കും പോയി അതിൻ്റെ ആ ഒരു സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. നല്ല തിളക്കത്തോടു കൂടി ആ ഗ്ലാസ് നല്ലതായിട്ട് ക്ലീനായി കിട്ടും. ഇതിപ്പോൾ എൻ്റെ കണ്ണട തന്നെ ആയിട്ടാ ഞാൻ കഴുകിയത്. വേണമെന്നുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ടൂത്ത് ബ്രഷിന്. എനിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ചുമ്മാ കഴുകിയപ്പോൾ തന്നെ ക്ലിയറായി. എന്നിട്ട് പിന്നെ അത് തുടക്കണമെന്നില്ലാതെ സാവധാനം അത് പോയി തീർന്നോളും. പിന്നെ അടുത്തത് ചൂയിങ്കം ഒട്ടിപ്പിടിച്ച ഡ്രസ്സുകളോ അതല്ലെങ്കിൽ ഷൂസും വിലക്കെ ചൂയിങ്കം ഒട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ, ചെരുപ്പാണെങ്കിൽ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക, ഡ്രസ്സാണെങ്കിൽ അങ്ങനെ തന്നെ മടക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതിപ്പോൾ ചെറിയൊരു തുണിയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഫ്രീസറിൽ ഇത് 1 മണിക്കൂറോളം വെക്കുക. ചെരുപ്പാണെങ്കിൽ പൊതിഞ്ഞെടുത്ത് വെക്കുക, ഡ്രസ്സാണെങ്കിൽ അതങ്ങനെ തന്നെ മടക്കിയിട്ട് വെക്കുക. 1 മണിക്കൂറോളം കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അത് ഒട്ടിപ്പിടിച്ച് വല്ലാതിരുന്ന് വെച്ചത് കണ്ട ഈ ഒരു രീതിയിൽ ഇതിങ്ങോട്ട് പോന്നേക്കും എല്ലാം കൂടി, ഒരു കുഴപ്പമില്ല. അപ്പം അതൊരു ടിപ്പ് ഞാൻ കണ്ടതാണ് വേറെ വീഡിയോയിൽ. അടുത്തത് നമ്മൾക്കിപ്പോൾ ചൂട് സമയമായതുകൊണ്ട് നമ്മൾ മുകളിലൊക്കെ ടാങ്ക് വെച്ചേക്കണവർക്ക് വെയിൽ കൊണ്ട് വെള്ളം ചൂടായിട്ട് നമുക്ക് ചൂട് വെള്ളത്തിൽ കുളിക്കേണ്ട ഒരു അവസ്ഥ വരും ചൂട് സമയത്ത്. ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ഫ്രീസറിൽ കുറേ വെള്ളം വെച്ചേക്കും. ഈ വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ ഇട്ടിട്ട് ആണ് പിന്നെ ടാപ്പ് തുറക്കുന്നത്. ആ സമയത്ത് അപ്പോൾ ഈ വെള്ളവും ഇത് ഐസും കൂടി കിടന്ന് അത് കറക്റ്റ് പരുവത്തിലുള്ള വെള്ളം നമുക്ക് കുളിക്കാൻ കിട്ടും. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് ഞാൻ മിക്ക സാധനം ഇപ്പോൾ ഫ്രീസറിൽ വെക്കണത്. അത് നല്ലൊരു ടിപ്പാണ്. ഞാൻ നേരത്തെ കാണിച്ചെങ്കിലും വീണ്ടും ഒന്നുകൂടി പറഞ്ഞു പോയതാണ്. ഈ പാലും അങ്ങനെയുള്ള എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയണത്, കുറേ ബിന്ദിയൊക്കെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള പഴയ ആൽബങ്ങൾ ഉപയോഗിക്കാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഓരോ ഇതിൻ്റെ അകത്ത് ഓരോ പാക്കറ്റ് ബിന്ദി കയറ്റി വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ബിന്ദി പോലും ഇല്ല കേട്ടോ വെച്ച് കാണിക്കാൻ. ഞാൻ പൊട്ട് തൊടാറില്ല, അതുകൊണ്ട് ബിന്ദിയുടെ പാക്കറ്റും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ ഫോട്ടോക്ക് പകരം ബിന്ദി പാക്കറ്റുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. മറിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാം. അത് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി. എനിക്കില്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പിന്നെ അടുത്തത് സോപ്പ് പെട്ടെന്ന് ഇങ്ങനെ മോശമായിട്ട് അഴുത്തൊക്കെ പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്പോഞ്ച് ഇട്ടിട്ട് അതിൻ്റെ മീതെ വെക്കുന്നതാണെങ്കിൽ ആ സ്പോഞ്ചിൽ പിടിക്കുന്ന സോപ്പ് നമ്മൾ കുളിക്കുമ്പോൾ നമ്മളുടെ മേത്ത് തന്നെ ഉരച്ചിട്ട് മേല് കഴുകി കളയാനും അതിലെ സ്പോഞ്ചിൽ സോപ്പിന് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അവിടെ ക്ലീനായി കിടക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പുകളെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.